ഓപ്പറേഷൻ തൂഫാനിൽ കുടുങ്ങിയ പ്രതികളുടെ രാഷ്ട്രീയ ബന്ധത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം കടുപ്പിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം. കാലിക്കടവ് ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട വാർത്തകൾ സമൂഹമാധ്യമങ്ങളിൽ നിന്ന് നീക്കിയത് സർക്കാർ ഇടപെടൽ കൊണ്ടാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. പ്രതിയുമായി എങ്ങനെയുള്ള ബന്ധമാണെന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ പറയണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഞാൻ പറയുന്നത് ആ ബന്ധത്തിന്റെ കാര്യം മാത്രമല്ല, ബന്ധം ഇയാള് മയക്കുമരുന്നിന്റെ ആളാണെന്ന് അറിയാതെയും ബന്ധം വരാൻ, മയക്കുമരുന്നിന്റെ ഭാഗമായി നടപടികൾ വന്നാൽ അയാളെ സംരക്ഷിക്കുന്ന നടപടി എന്തുകൊണ്ടാണ് വരുന്നത്? അത് വരാൻ പാടില്ല. അപ്പൊ ഇതിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വരാൻ പാടില്ല എന്നൊരു നിർബന്ധം എന്തിനാണ്? അതൊരു സംരക്ഷണമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉൾപ്പൊരുളിന് യോജിക്കുന്നതാണത്. അതിപ്പോഴും നിലനിൽക്കുന്നതാണ് കാണുന്നത്. പ്രതികൾക്ക് മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് ഡിവൈഎഫ്ഐ ഇന്നും ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർമാരും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും MDMA-യുമായി പിടിയിലായിട്ട് ഒരു ദിവസം പിന്നിടുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട വാർത്തകൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ സ്വാധീനിച്ച് ചില ചാനലുകളിൽ നിന്ന്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് മെറ്റയെ ഉപയോഗപ്പെടുത്തി ഒഴിവാക്കാനുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഒരു മന്ത്രി OJ ജനീഷ് കോൺഗ്രസുമായി യാതൊരു ബന്ധവുമില്ല, യൂത്ത് കോൺഗ്രസുമായി യാതൊരു ബന്ധവുമില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. എന്നാൽ എറണാകുളത്തെ ജില്ലാ പ്രസിഡന്റ് പറയുന്നു ഇവർ ഗുരുതരമായ കുറ്റം ചെയ്തിട്ടുണ്ട്, ഇവരെ പുറത്താക്കിയിരിക്കുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ഇവർ മുന്നോട്ട് വെക്കുന്ന വാദങ്ങളെല്ലാം പൊളിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. റോഷിപാലുണ്ട് വിവരങ്ങൾ നൽകാൻ. റോഷിപാൽ, ചോദ്യം അത് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഇന്നിപ്പോൾ ചോദിച്ചതും. എന്താണ് പ്രതികൾക്ക് സർക്കാരുമായി, മുഖ്യമന്ത്രിയുമായുള്ള ബന്ധം എന്നുള്ളത്? ഇതിൽ എങ്ങനെയാണ്, ഇത്രത്തോളം ഗൗരവത്തിലാണ് പ്രതിപക്ഷം ഇതിനെ കാണുന്നത്? എന്താണ് പ്രതിപക്ഷത്തിന്റെ നീക്കം ഇനി? MDMA കേസിലെ പ്രതികൾ അത് യൂത്ത് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളാണെന്ന് വ്യക്തമായി കഴിഞ്ഞു. കാരണം അവരെ എറണാകുളം യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയാണ് അവർക്കെതിരെ സംഘടനാ നടപടിയെടുത്തത്. OJ ജനീഷിന്റെ വാദങ്ങൾ അവിടെ പൂർണ്ണമായും പൊളിയുകയാണ്. OJ ജനീഷ് അടക്കം ഇത് ഒളിച്ചു വെക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ മാത്രമല്ല, മന്ത്രി കൂടിയാണ് OJ ജനീഷ്. മാത്രവുമല്ല, ഇത് സംബന്ധിച്ച വാർത്തകൾ ഒന്നൊന്നായി മെറ്റയുടെ സഹായത്തോടെ അത് ഡിലീറ്റ് ചെയ്യുന്നു എന്നതും, അത് മുഖ്യമന്ത്രി എന്തുകൊണ്ട് അതിൽ മറുപടി പറയുന്നില്ല എന്ന ഒരു ചോദ്യവുമുണ്ട്. ഇതൊക്കെയാണ് പ്രതിപക്ഷം ആയുധമാക്കുന്നത്. കാരണം മുഖ്യമന്ത്രിയുമായി വലിയ ആത്മബന്ധമുണ്ടെന്ന് ആ ദൃശ്യങ്ങളിലൂടെയും ചിത്രങ്ങളിലൂടെയും തെളിയുന്നുണ്ട്. ഒരു സാധാരണ രീതിയിലുള്ള ഒരു സംഭാഷണമല്ല, സാധാരണ രീതിയിലുള്ള ഒരു ഇടപെടലല്ല മുഖ്യമന്ത്രിയുമായി ഈ പ്രതികൾ നടത്തിയിരിക്കുന്ന ചിത്രങ്ങളിലൂടെയും ദൃശ്യങ്ങളിലൂടെയും വ്യക്തമാകുന്നു. ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ പ്രതികരിക്കുന്നില്ല എന്ന ഒരു പൊതു ചോദ്യമുണ്ട്. അതുതന്നെയാണ് പ്രതിപക്ഷം ആയുധമാക്കി ഉയർത്തുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രാദേശിക പ്രവർത്തന അപ്പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളൊക്കെ എന്തിനാണ് ഭയക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന മറ്റൊരു ചോദ്യമുണ്ട്. കാരണം നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം മെറ്റയുടെ സഹായത്തോടെ ഡിലീറ്റ് ചെയ്യുകയാണ്. സാധാരണ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തായാലും അത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വാർത്തകൾ പോലും ഡിലീറ്റ് ചെയ്യുന്ന ഒരു പ്രവണതയില്ല. ഇത് ഇതുവരെ കാണാത്ത ഒരു രീതിയാണ്. 24 മണിക്കൂറിനകം ഇത്രയേറെ MDMA-യുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകൾ ഡിലീറ്റ് ചെയ്ത ചരിത്രം ഒരുപക്ഷെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഏതായാലും ഇതിൻ്റെയൊക്കെ കാരണം എന്താണ് എന്നത് ഒരുപക്ഷെ നാളെ മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും. എന്തായാലും മുഖ്യമന്ത്രിക്ക് മറുപടി ഉണ്ടോ എന്ന് തന്നെയാണ് അറിയേണ്ടത്. ഇതിൽ പ്രതിപക്ഷം രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഉന്നയിക്കുന്നത്. എന്താണ് പ്രതികളുമായിട്ടുള്ള ബന്ധം എന്നാണ് അറിയേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു. വിവരങ്ങളാണ് ROഷിപാൽ നൽകിയത്.